HSA മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല നിങ്ങൾ ഓരോ സിലബസ് വൈസ് ഓരോ ക്ലാസ്സസ് ആയിട്ട് പഠിക്കുന്ന കാലം ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടും ഉപകാരപ്പെടുക കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക തന്നെയാണ് അല്ലേ. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിലുള്ള ചോദ്യങ്ങൾ പരമാവധി ചെയ്ത് പഠിക്കും. നമുക്ക് ചോദ്യങ്ങൾ കണ്ടാലോ. ചുവടെ തന്നിരിക്കുന്നതിൽ 6 നിന്ന് 6 ബൈജക്റ്റീവ് ആയിട്ടുള്ള ഏകകം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏകകം എന്ന് വെച്ചാൽ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ട 2 റൂൾ ഉണ്ട്, 1 ആൻഡ് 2. അപ്പൊ ഇതില് ഫസ്റ്റ് നോക്കാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് കൂട്ടും. അപ്പൊ അത് 1 ആണോ? 1 എന്ന് വെച്ചാല് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാല് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഈക്വൽ ടു വൈ കിട്ടണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ക്യൂബ് ഈക്വൽ ടു വൈ ക്യൂബ്. ക്ലിയർലി ഏതിന്റെ ക്യൂബോ? അതിനിപ്പോ പ്ലസ് എക്സ് മൈനസ് എക്സ് എന്നൊക്കെ വരുമോ? ഇല്ല. എക്സ് ഈക്വൽ ടു വൈ ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അത് 1 ആണ്. പിന്നെ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ ടേംസില് എക്സിന്റെ ടേംസിൽ വൈനെ എഴുതാൻ പറ്റണം. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എഴുതി കഴിഞ്ഞാൽ എക്സ് ക്യൂബ് ഈക്വൽ ടു വൈ. വൈ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് എക്സ്. ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ്സ് ഓൺ ടു. നമ്മുടെ ആൻസർ എന്താണ് വരാ? ഓപ്ഷൻ എ. ബാക്കിയുള്ളത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ ചോദ്യം 10 അംഗങ്ങളുള്ള ഒരു ഗണത്തിൽ 8 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ്. അപ്പൊ നമുക്ക് കോമൺലി അറിയുന്ന ഒരു കാര്യം, n അംഗങ്ങൾ ഉണ്ടെങ്കിൽ 7 ഉപഗണങ്ങളുടെ എണ്ണം 2n ആണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യം നോക്കിയേ, അതില് 8 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങൾ ഉണ്ടെന്നല്ലേ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് n ഓഫ് a 10 തന്നിട്ടുണ്ട്, n ഓഫ് b 8 തന്നിട്ടുണ്ട്. അപ്പൊ b 8 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. നമുക്ക് ഒന്ന് നോക്കി നോക്കാം. 0 അംഗങ്ങളുള്ള ഉപഗണങ്ങൾ എത്ര ഉണ്ടാവും? അത് ഒരു സെറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഒരംഗം ഉപഗണമായിട്ടുള്ളത് ഏതാ? 5 വരുള്ളൂ. ഉപഗണമായിട്ടുള്ള വരുന്നത് ഒരെണ്ണമായിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ടോട്ടല് NC1 അല്ലെ, അതായത് 10 വരുള്ളൂ. പിന്നെ 2 അംഗങ്ങളാണെങ്കിലോ 2 അംഗം ഉപഗണമായിട്ട് വരുന്നത് NC2. അങ്ങനെ വെച്ച് നോക്കാൻ വെച്ചാല് 8 അംഗം ഉപഗണമായിട്ട് വരുന്നത് എത്രയാ? അതായത് NC8. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് 10C8 ആണ്. അതായത് 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 8 ഫാക്ടോറിയൽ. ഇപ്പൊ എന്ത് വരും? 10 into 9 into 8 factorial divided by 8 factorial into 5. 8 into cancel ചെയ്തു, 2 ഇവിടെ cancel ചെയ്തു, 5 into 9 നമുക്ക് എന്ത് കിട്ടി? 45. Okay. A equal to PQR, B equal to ABCD, then the number of functions possible from A to B. ഇവിടെ ഫങ്ഷൻസ് ആണ്, ഏകതങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫങ്ഷൻ എന്ന് പറഞ്ഞാല് ഏകതങ്ങൾ. ബന്ധങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? 2m into n ചെയ്യുമായിരുന്നു. ഇവിടെ ഏകതങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു എലമെന്റ് എടുക്കാന്ന് വെച്ചാൽ A എന്നുള്ള ബിയിലേക്ക്, അപ്പൊ P എന്ന് പറഞ്ഞ എലമെന്റ് എത്ര എണ്ണത്തിലേക്ക് മാപ്പ് ചെയ്യും? ABCD 4 എണ്ണത്തിലേക്കാണ് P മാപ്പ് ചെയ്യാൻ ചാൻസ്. Q ആണെങ്കിലോ വീണ്ടും 4 R ആണെങ്കിലോ വീണ്ടും 4. അപ്പൊ ഇവിടെ ആൻസർ കാണേണ്ടത് 4 into 4 into 4. ആൻസർ എന്ത് വരും? 4 ക്യൂബ്, ദാറ്റ് ഈസ് 16 into 4, ദാറ്റ് ഈസ് 64. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 64 ആണ്. അപ്പൊ തെറ്റിപ്പോകരുത്, ഏകതങ്ങളും ബന്ധങ്ങളും നമ്മൾ മാറിപ്പോകരുത് കേട്ടോ. ഇവിടെ വരാ എന്താണ്? n of b raised to n of a ആണ് കേട്ടോ. അടുത്ത ചോദ്യം, x യൂണിയൻ y ൽ 50 അംഗങ്ങളും
എക്സിൽ 28 അംഗങ്ങളും വൈയിൽ 32 അംഗങ്ങളും ഉണ്ട് എങ്കിൽ എക്സ് ഇന്റർസെക്ഷൻ വൈയിൽ എത്ര അംഗങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ ഇതെങ്ങനെ കാണാം? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫോർമുല ഉണ്ട്. n of x union y is equal to n of x plus n of y minus n of x intersection y. ഇത് ഫോർമുല യൂസ് ചെയ്യാം. x യൂണിയൻ y-യിൽ 50 ഉണ്ട്, n of x-ൽ 28 ഉണ്ട്, n of y-ൽ 32 ഉണ്ട്. നമുക്ക് കാണേണ്ടത് n of x intersection y ആണ്. അപ്പോൾ ഇതെന്ത് കിട്ടും? 8 minus x intersection y. അപ്പോ n of x intersection y എന്ത് കിട്ടും? 60 minus 50. That is 10. 10 is the answer. ഇവിടെ 20 അധ്യാപകർ ഗണിതം അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം പഠിപ്പിക്കുന്നവരുണ്ട്. 12 പേര് ഗണിതം പഠിപ്പിക്കുന്നു, 4 പേര് ഗണിതവും ഭൗതിക ശാസ്ത്രവും പഠിപ്പിക്കുന്നു. എത്ര അധ്യാപകർ ഭൗതിക ശാസ്ത്രം പഠിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. നമ്മൾക്ക് ഗണിതത്തിന് ഇപ്പോ M എന്ന് കൊടുത്തു, ഭൗതിക ശാസ്ത്രത്തിന് P എന്ന് കൊടുത്തു, ഫിസിക്സ്. ഓക്കെ, അപ്പൊ ഇതിൽ 20 അല്ലെങ്കിൽ എന്നുള്ളത് എന്താണ്? യൂണിയൻ ആണ്. അതുപോലെ ഗണിതവും ഭൗതിക ശാസ്ത്രവും എന്ന് പറഞ്ഞാൽ അതെന്ത് വരും? M ഇന്റർസെക്ഷൻ P വരും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് n of M യൂണിയൻ P എന്ന് പറയുന്നത് 20 തന്നിട്ടുണ്ട്. n of M ഇന്റർസെക്ഷൻ P എന്ന് പറയുന്നത് 4 തന്നിട്ടുണ്ട്. n of M എന്ന് പറയുന്നത് 12 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് n of P അല്ലേ കാണുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. n of M union P is equal to n of M plus n of P minus n of M intersection P. ഇതിൽ തന്നിട്ടുള്ളതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ M 12 തന്നിട്ടുണ്ട്, n of P തന്നിട്ടില്ല, n of M intersection P എന്ന് പറയുന്നത് 4 തന്നിട്ടുണ്ട്, n of M union P എന്ന് പറയുന്നത് 20 തന്നിട്ടില്ല. അപ്പൊ എന്ത് വരും? 20 equal to 12 minus 4 എന്ന് പറയുന്നത് 8 plus n of P. n of P എന്ത് കിട്ടും? n of P എന്ന് പറയുന്നത് 20 minus 8, that is 12. നമ്മുടെ ആൻസർ എന്ത് വരും? 12. ഓക്കെ.